നമസ്കാരം. വളരെ രസകരമാണ് ഇപ്പോൾ നമ്മുടെ കേരള രാഷ്ട്രീയം. സ്വർണം കട്ടത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ, പ്രസിദ്ധമായ കുഞ്ഞബ്ദുള്ളയുടെ പാട്ട് എല്ലാവരും ഏറ്റുപാടി. യു ഡി എഫുകാരും ബി ജെ പിക്കാരൊക്കെ ഏറ്റുപാടി. ആ പാട്ട് വായിൽ നൊഴിഞ്ഞ നേരമില്ലായിരുന്നു. പെട്ടെന്നാണ് പാട്ട് സ്വിച്ചിട്ട് പോലെ നിന്നത്. എപ്പോഴാണ് നിന്നതെന്നറിയോ? യു ഡി എഫിൻ്റെ ഭരണകാലത്താണ് പോറ്റി ശബരിമലയിലെത്തിയത് എന്നൊരു അന്വേഷണത്തിൽ SIT കണ്ടെത്തിയ വാർത്ത പുറത്തു വന്നതോടെ സ്വിച്ചിട്ട പോലെ നിന്നു. പിന്നീടാണ് ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ ടിസ്റ്റോട് ടിസ്റ്റ്. എന്താ ടിസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ 2007 പോറ്റി അവിടെ എത്തിയപ്പോൾ 2004, 2005, 2006, 2007 കാലഘട്ടത്തിൽ കേരളം UDF ഭരിക്കുമ്പോൾ KC വേണുഗോപാലായിരുന്നു ദേവസ്വം മന്ത്രി. അപ്പോൾ അതിൽ വലിയ ടിസ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരള രാഷ്ട്രീയത്തിലേക്ക് KC വേണുഗോപാൽ കേന്ദ്രത്തിലെ മന്ത്രി, രാജ്യസഭാ മന്ത്രിയായിരുന്നു അദ്ദേഹം. അവിടെ ഇങ്ങോട്ട് വന്നു. അദ്ദേഹം വന്ന ഒഴിവിൽ അവിടെ BJP ആണ് ജയിച്ചത്. BJPക്കാരന് ജയം നൽകിയിട്ടാണ് KC കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നത്. ആദ്യം MP ആയി, ഇപ്പോൾ MLA മത്സരിക്കും, മുഖ്യമന്ത്രി ആവും എന്നുള്ള ശ്രുതി ഉണ്ടായിരുന്നു. അപ്പോൾ VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ ഈ 3 പേരാണ് മുഖ്യമന്ത്രിമാരായി പരിഗണിക്കപ്പെടുന്നത്. ഹൈക്കമാൻഡിൻ്റെ പിന്തുണ KCക്കാണ്. KC ഹൈക്കമാൻഡിൻ്റെ ആളാണല്ലോ. അപ്പോൾ KC മുഖ്യമന്ത്രി ആകുന്ന ഏകദേശമൊക്കെ ഉറപ്പായ സമയത്താണ് അന്വേഷണം ഇങ്ങനെ എത്തി. KC ദേവസ്വം മന്ത്രിയായ കാലത്താണ് സ്വർണ്ണപ്പാളി, കാട്ടുകള്ളൻ പോറ്റി അവിടെ കയറ്റിയത് എന്ന് വാർത്ത വന്നു. രണ്ടാമത് വാജിവാഹനം ഈ തന്ത്രിക്ക് കൊടുത്തത് അന്നത്തെ ദേവസ്വം പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണനും ബോർഡ് മെമ്പർ അജയ് തറലും, അതും കോൺഗ്രസ്സുകാരാണ്. ആ വാർത്തയും ഇന്നലെ വന്നു. കൊടുത്തു എന്ന് അവർ തന്നെ സ്ഥിരീകരിച്ച് അജയ് തറൽ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവം? കോൺക്രീറ്റ് തൂണ് ചെതലരിച്ചു എന്നാണ് പറഞ്ഞത്. കോൺക്രീറ്റിൻ്റെ തൂണ് ചെതലരിക്കുന്ന ലോകത്തിൽ ആദ്യമായിട്ട് കേൾക്കുകയാണ്. അപ്പോൾ അവിടെ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് മൊത്തത്തിൽ എല്ലാവർക്കും അറിയാം. ശബരിമല കുറേ കാലമായി ആൾക്കാർ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്, മാറി തന്ത്രിയുടെ നേതൃത്വത്തിൽ, പോറ്റിയുടെ നേതൃത്വത്തിലൊക്കെ. അപ്പോൾ KC വേണുഗോപാലിനറിയാം സംഗതി പിടുത്തം പിടിക്കുകയാണ്. ചില സംഗതികളൊക്കെ അന്ന് നടന്നിരുന്നു, വർഷങ്ങൾ കുറേ കഴിഞ്ഞു, ഇതൊന്നും പുറത്തു വരില്ലെന്ന് അദ്ദേഹം വിചാരിച്ചത്. മലയാള മനോരമയുടെ വാർത്താ താരം എന്ന പരിപാടി ഇന്നലെ KC വേണുഗോപാൽ സകല കോൺഗ്രസ് നേതാക്കൾ ഞെട്ടിച്ചുകൊണ്ടൊരു പ്രസ്താവന നടത്തി. ഞാൻ മുഖ്യമന്ത്രിയാകാനില്ല, നിയമസഭാ തെരഞ്ഞെടുപ്പ് ഞാൻ മത്സരിക്കാനില്ല. അദ്ദേഹം മത്സരിക്കുന്ന ഉറപ്പായിരുന്നു. 100% ഉറപ്പായ സ്ഥാനത്ത് അദ്ദേഹം ഇല്ലയെന്ന് പറയാൻ കാരണം അദ്ദേഹത്തിനറിയാം മത്സരിച്ച് ഏതെങ്കിലും കാരണവശാൽ ജയിക്കില്ല, അതായത് ഭരണം കിട്ടില്ല. അദ്ദേഹം മുഖ്യമന്ത്രിയായാൽ അദ്ദേഹം രാജിവെക്കേണ്ടി വരും. കാരണം കള്ളനാണെന്ന് പേര് വരും. ഹൈക്കമാൻഡിൽ പ്രശ്നമാവും, കേരള രാഷ്ട്രീയത്തിൽ പ്രശ്നമാവും, കേന്ദ്ര രാഷ്ട്രീയത്തിൽ പ്രശ്നമാവും, മൊത്തത്തിൽ പ്രശ്നമാവും. അഴിമതി കേസിൽ ഒരു മുഖ്യമന്ത്രി ജയിലിൽ പോകുന്ന അവസ്ഥയുണ്ടാവും. അതുകൊണ്ട് KC വേണുഗോപാൽ വളരെ സ്കൂട്ടായി. അപ്പോൾ KC പോയി കഴിഞ്ഞാൽ പിന്നെ സതീശനും രമേശ് ചെന്നിത്തല മാത്രമേ ഉള്ളൂ. രമേശ് ചെന്നിത്തല കഴിഞ്ഞ പ്രാവശ്യം കാത്തിരുന്നാണ്. അപ്പോഴാണ് LDF തുടർഭരണം കിട്ടിയത്. അവിടെ മോഹഭംഗമായി രമേശ് ചെന്നിത്തല നിൽക്കുമ്പോഴാണ് ഇങ്ങനെ അവസരം കിട്ടിയത്. അപ്പോൾ KC അങ്ങ് ഒഴിവാക്കാൻ വേണ്ടി രമേശ് ചെന്നിത്തല ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട്, ആരുടെ ഭരണകാലത്താലും ശരി, പൊതുവേ എതിരാളികളാണ് ആക്ഷേപിക്കുന്നത്, LDFനാണ് ആക്ഷേപിക്കുക കോൺഗ്രസ്. രമേശ് ചെന്നിത്തല പറഞ്ഞത് LDF ആയാലും ശരി, UDF ആയാലും ശരി, ആരുടെ ഭരണകാലത്താണോ കൊള്ള നടന്നത് ആ സത്യം പുറത്തു കൊണ്ടുവരണം, ആരുടെ ഭരണത്തായാലും ഒരു കുഴപ്പമില്ലെന്ന്. അങ്ങനെ അയാളെ ഒഴിവാക്കി. KC ഒഴിവാക്കിയിട്ട് പിന്നെ സതീശനേക്കാൾ MLA-മാരുടെ പിന്തുണ രമേശനായിരിക്കും. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി രമേശ് ചെന്നിത്തല പടപ്പരിപാട് തുടങ്ങി. പക്ഷേ മുഖ്യമന്ത്രി കസേര ആരും കണ്ട് പനിക്കേണ്ട, അത് പിണറായി വിജയനുള്ളതാണ്. അപ്പോൾ കേരള രാഷ്ട്രീയം മാറുകയാണ്. പോറ്റിയെ കയറ്റിയതും, സ്വർണം കട്ടതും, സ്വർണ്ണപ്പാളികൾ കട്ടതും, പന കട്ടതും, പറ കട്ടതും, അതിലുള്ള വാജിവാഹനം കട്ടതും, സ്വർണ്ണങ്ങൾ കിലോ കണക്കിന് ശബരിമലയിൽ നിന്ന് കാലാകാലം അടിച്ചുകൊണ്ടത് ഈ പോറ്റി, ഈ തന്ത്രിമാർ, മാറി തന്ത്രിമാർ, UDF ഭരണകാലഘട്ടം മാത്രം. ബാക്കി സത്യം തെളിയാൻ കാത്തിരിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ പൂർണ്ണമായി സകല വിവരവും പുറത്തു വരും.